സിനിമയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അസാധ്യ ആക്ടേഴ്സായിരിക്കും ഈ ഹ്യൂമർ കൈകാര്യം ചെയ്യുക പലപ്പോഴും. ഈ മലയാള സിനിമയിൽ എപ്പോഴും പണ്ട് മുതലേ അങ്ങനെയാണ്, അസാധ്യമായിട്ട്. പപ്പുവേട്ടൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞാവക്ക എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ടായിരുന്നു പപ്പുവേട്ടൻ്റെ കൂടെ. അന്ന് നാടകങ്ങൾ ഇവർ രണ്ടുപേരും കൂടി സാധനങ്ങൾ ചെയ്യുക. അപ്പൊ അവരൊരു പരിപാടിക്ക് വിളിക്കും. പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അന്ന് സ്പോട്ട് ആ സ്റ്റേജിന്റെ പിന്നിൽ നിന്നാണ് പപ്പുവേട്ടനും കുഞ്ഞാവക്കയും കൂടി ഈ ആ മൂഡിനനുസരിച്ചിട്ടുള്ള ഒരു സാധനം, ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് അവർ ഡെവലപ്പ് ചെയ്യും. സ്റ്റേജിന്റെ മുകളിൽ നിന്ന് അതങ്ങോട്ട് വളരും. അങ്ങനെയുള്ളൊരു ഇതേ ആക്ടർ. ഇപ്പൊ പപ്പുവേട്ടൻ വന്നിട്ട് ഇപ്പോഴും കണ്ടില്ലേ പപ്പുവേട്ടന്റെ അവർ സ്റ്റേജ് ചുരത്തിന്റെ സ്ക്രൂ ഡ്രൈവർക്ക് എറിയുന്ന സ്ഥലം, ആ സ്പോട്ട്. പ്രിയൻ സാറൻ എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് ഓൺ ചെയ്തിട്ട് തിരിഞ്ഞു നിന്ന് ചിരിക്കിയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ ആക്ടർ. അതിൻ്റെയൊക്കെ ഒരു പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇപ്പൊ സെന്തിലാണെങ്കിലും അങ്ങനെയാണ്, അപ്പം നിർമ്മലാണെങ്കിലും. അപ്പൊ എന്തുകൊണ്ട് ഇത്ര ആക്ടേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ മറ്റൊരു സൈഡ് ഉണ്ട്. അത് പലപ്പോഴും മലയാള സിനിമ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അത്തരം ആക്ടേഴ്സ്, ഞാൻ ഇവരെ മാത്രമല്ല പറയുന്നത്, ഗംഭീരമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. ആ കാര്യത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ഇവർക്ക് കൊടുത്ത് ഭയങ്കര മനോഹരമായിരിക്കും എന്നുള്ളൊരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ 3 പേരും കൂടെ, ചാന്തനും ശ്യാമും ഞാനും കൂടെ ഒറ്റയ്ക്കല്ല തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ചയിലൂടെയാണ് അതിലേക്ക് പോകാൻ കാരണം.